ആരെങ്കിലും ഹൂ കേഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരോട് തർക്കിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് 3-4 പ്രത്യേക പ്രതിനിധികളെ അവർ ക്യാബിനറ്റ് റാങ്ക് കൊടുത്തിട്ടുള്ളത് ഈ യൂണിയൻ മന്ത്രിമാരുമായും ഓഫീസുമായും ബന്ധപ്പെടുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആരാണ് വന്നത് എന്താണ് എന്നുള്ളത് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അവിടെ ഏതെങ്കിലും പാർട്ടി നേതാവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് അത് ഭരിക്കുന്ന പാർട്ടിയുടേതായാലും അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഈ വേളയിൽ അത് പഠിപ്പിക്കാനായിട്ട് ഞാൻ വിനിയോഗിക്കുന്നില്ല. നമ്മൾ ഈ കടവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ കിട്ടേണ്ടതായിട്ടുള്ള വിഹിതത്തെ സംബന്ധിച്ചുമെല്ലാം ചർച്ച നടത്തുമ്പോൾ ഒരു കാര്യത്തിൻ്റേത് നന്ദു പറഞ്ഞ ഒരു കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മൊത്തം കടബാധ്യത ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏതാണ്ട് മൊത്തം കടബാധ്യത എത്രയാണ്? ഒന്ന് ഏകദേശ കണക്ക് നന്ദു ഒന്ന് നോക്കിയേക്കൂ. ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിലത്തെ കടബാധ്യതയുടെ കണക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് പുറത്തു വിട്ടിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് 200 ലക്ഷം കോടി രൂപയാണ്. 200 ലക്ഷം കോടി രൂപ എന്ന് പറയുമ്പോൾ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ബഡ്ജറ്റ് പോലും 50 ലക്ഷം കോടി രൂപ വരുന്നില്ല എന്ന കാര്യം ഓർക്കണം. 2015 ആണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് എന്നുള്ളത് ഏതാണ്ട് 16 ലക്ഷം കോടി രൂപയായിരുന്നത്. അത് പതുക്കെ 18-20 ലക്ഷം കോടി രൂപ, ഇപ്പോൾ 50 ലക്ഷം കോടി രൂപ പോലും ആയിട്ടില്ല. ഇന്ത്യ ഗവൺമെൻറ് അടക്കം വിവിധ കാര്യങ്ങൾക്ക് കടമെടുക്കുന്നുണ്ട്. ആ കടമെടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടനയിൽ അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം ആർട്ടിക്കിൾ 292 അനുസരിച്ചാണ്. അങ്ങനെയാണ് എങ്കിൽ ഒരു സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ള അധികാരം ആർട്ടിക്കിൾ 293 ആണ്. ഞാനത് വായിക്കാം. ബോറോയിങ് ബൈ സ്റ്റേറ്റ്സ് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആർട്ടിക്കിൾ, ഏത് 292, ദി എക്സിക്യൂട്ടീവ് പവർ ഓഫ് എ സ്റ്റേറ്റ് എക്സ്റ്റെൻഡ്സ് ടു ബോറോയിങ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ upon the security of the consolidated fund of the state within such limits, if any, as may from time to time be fixed by the legislature of such a state, Kerala Kerala, by law, and to the giving of guarantees within such limits, if any, as may be so fixed. അപ്പോൾ ഒന്ന്, നികുതി വിഹിതം നൽകുന്നില്ല. 2, നൽകേണ്ട പണം സമയത്ത് നൽകുന്നില്ല. 3, പലപ്പോഴും ഈ കാര്യം കൃത്യമായി അത് വിനിയോഗിക്കുന്നതിനുള്ള സാവകാശം നൽകാതെ, നമ്മൾ ഈ അവിടെ പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിൽ പോലും നൽകിയ പണത്തിൻ്റേത് ആഴ്ചകൾക്കുള്ളിൽ വിനിയോഗിച്ച് അതിൻ്റേതായ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞതാണ്. ഒരാളൊരു വീട് വയ്ക്കണമെങ്കിൽ, ഒരു കുടുംബം വീട് വയ്ക്കണമെങ്കിൽ കുറഞ്ഞത് മിക്കവാറും 1 വർഷത്തോളം എടുക്കും. അങ്ങനെയാണല്ലോ. അത് ഒരു വർഷം എടുത്തായിരിക്കും ഒരു സാധാരണ ഒരു മനുഷ്യന് ഇടത്തരക്കാർ വീട് വെച്ച് തീർക്കുക എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ് നൽകിയതായ ശാസനം എന്തായിരുന്നു ഈ കാര്യത്തിൽ? ഇവിടെ ഇനി അതല്ല, കടമെടുക്കുകയാണ്, വികസന പ്രവർത്തനങ്ങൾക്കാണ് കടമെടുക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എത്രായിരം കോടി രൂപയുടെ കടമെടുത്തിട്ടുണ്ട്? ബഡ്ജറ്റിലാണോ ഇത്? അല്ലല്ലോ. അല്ല, ഇന്ത്യ ഗവൺമെൻറ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുള്ളതല്ല എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള വിവിധ ഏജൻസികൾ, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടമെടുത്തിട്ടുണ്ട്. അതിനൊന്നും ബാധകമല്ല. അപ്പോൾ ഒരു കൂട്ടരിട്ടാൽ അത് ട്രൗസറാണ്, മറ്റൊരു കൂട്ടരിട്ടാൽ അത് വള്ളി നിക്കറാണ് എന്ന് പറയാൻ പറ്റുമോ? അതാണ് അതിൻ്റെ ചോദ്യം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. തീർച്ചയായും